ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഞാനും ഞങ്ങളുടെ ക്യാമറമാനും കൂടെ ചായ കുടിക്കാനായിട്ട് പോകുന്നത്. വേറെ എവിടെയല്ല, 10-23 കിലോമീറ്ററൊക്കെ താണ്ടി ഞങ്ങൾ തെന്മലയിലോട്ടാണ് ചായ കുടിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പുനലൂരാണ്. പുനലൂർ ഇത് മെയിൻ ഞങ്ങളുടെ ജംഗ്ഷനാണ്. ഈ കാണുന്നതാണ് KSRTC സ്റ്റാൻഡ്. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് തന്നെ വരുമ്പം പുനലൂരിൻ്റെ ഒരു മുഖച്ഛായയായ തൂക്കാതെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാണുന്നതാണ് പുനലൂരിൻ്റെ തൂക്കുപാലം. അത് തൂക്കുപാലം നാടായിട്ടാണ് നമ്മുടെ പുനലൂരിനെ അറിയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നല്ല സീനറി ഉള്ള സ്ഥലമാണ് പുനലൂർ ടു തെന്മല റൂട്ടൊക്കെ. ഇപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുത്തെ HP പമ്പിൽ കയറിയിട്ട് വണ്ടിക്ക് എയറൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നല്ല കാറ്റൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഫ്രണ്ടും ബാക്ക് ടയറും അതുപോലെ എല്ലാം ഞങ്ങൾ നല്ല കാറ്റൊക്കെ അടിച്ചു. പിന്നെ അവിടെ നിന്ന് 200 രൂപയ്ക്ക് എണ്ണയും കൂടെ അടിച്ചു. അവിടുന്ന് പിന്നെ യാത്ര തുടർന്നു. പോകുന്ന വഴി നല്ല ലുക്കിംഗ് പ്ലേസൊക്കെയാണുള്ളത്. കുറച്ച് മോശമൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡ് വരും, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മോശം റോഡൊക്കെയാണ്. അതായത് ഞങ്ങളവിടെ പിന്നെയും യാത്ര തുടരുവാണ്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിടിലം വ്യൂസൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന വഴിയൊക്കെ നല്ല ശാന്തമായ, കുറച്ച് റോഡിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിലും നല്ല ശാന്തമായ തണലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റോഡുകളാണ് അങ്ങോട്ട് ഫുള്ളായിട്ടുള്ളത്. അതിന് മുന്നോട്ട് പോകുമ്പം ഇവിടെ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് താഴെ നമുക്കൊരു തടയണ പോലെ ഒരു സ്ഥലമുണ്ട്. തമിഴ് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഡിയർ പാർക്ക്. ഇവിടെ കുറച്ചധികം ഡിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാനും ഒക്കെ ഉള്ളത്. അതുപോലെ തിരിഞ്ഞപ്പോൾ തെങ്കാശി, ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന തെങ്കാശി ബസ്സാണ്. പുനലൂർ വഴിയാണ് പോകുന്നത്. ഇത് തെന്മല ഡാമിലോട്ട് പോകുന്ന വഴിയാണ്. കുറച്ച് ഇവിടെ വഴിയുടെ പണി കിടക്കുന്നുണ്ട്. വഴിയൊക്കെ നല്ല മോശമാണ്. ഞങ്ങൾ പിന്നെ തെന്മല ഡാമിൻ്റെ 2 ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ. ഇവിടെ നല്ല എക്സ് വളവ് പോലത്തെ ഒരു വലിയ ഹെയർ പിൻ വളവുണ്ട്. എക്സ് വളവല്ല, ഹെയർ പിൻ വളവാണ്. ഇങ്ങനെ പതുക്കെ കയറി പോകുമായിരുന്നു. കാഴ്ചകളെ കണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ ഞങ്ങളെ തലോടുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇപ്പം ഞങ്ങൾ 13 കണ്ണറ പാലം. ഇപ്പം കുറച്ച് മെയിൻ്റെനൻസൊക്കെ പഴയ നല്ല വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ കയറി. ഇതിപ്പം കഴുതട്ടിയിലാണ്. കഴുതട്ടി പോയി ഈ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത കടന്നു വന്നത്. ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ തമിഴ്നാട്ടിലോട്ട്. എന്തായാലും തമിഴ്നാട്ടിൽ വിട്ടാലോ എന്നൊരു പ്ലാൻ ഞങ്ങളുടെ മനസ്സിലോട്ട് വന്നു.